ഹായ് ഹലോ വെൽക്കം ടു ബിൽഡ് യുവർ കരിയർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ബയോളജിയിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ആണ്. നമ്മൾ ഓൾറെഡി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വാട്ട് ഈസ് ലിവിങ് എന്നൊരു ചാപ്റ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ബയോളജിയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു ക്ലാസിഫിക്കേഷനിലൂടെയാണ് ബയോളജി എന്നൊരു സബ്ജക്റ്റ് തന്നെ ഇവോൾവ് ആയി വരുന്നത്. അതിൽ നിന്നും ബോട്ടണി, സുവോളജി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചസ് പോകുന്നതും എല്ലാം ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. എന്താണ് ക്ലാസിഫിക്കേഷൻ? നമുക്കറിയാം ഈ ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലെ, മില്യൺസ് ഓഫ് ഓർഗാനിസംസ് ആണുള്ളത്. അപ്പോൾ ഈ ഓരോ ജീവജാലങ്ങളെയും സിംഗിളായി എടുത്ത് പഠിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനായിട്ട് പക്ഷെ നമുക്ക് എല്ലാം പഠിക്കുകയും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കോമൺ ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള അല്ലെങ്കിൽ കോമൺ ഫീച്ചേഴ്സ് ഉള്ള ഓർഗാനിസംസിനെ കാറ്റഗറൈസ് ചെയ്തു. കാറ്റഗറൈസ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലുള്ള ഒരു ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഒരു മെമ്പറിനെ നമ്മൾ സ്റ്റഡി ചെയ്യും. സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ ഓർഗനൈസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് കാൾ ലിനേയസ് ആണ്. ഓക്കെ, കാൾ ലിനേയസ് അദ്ദേഹത്തിന്റെ ബുക്കായ സിസ്റ്റമേ നാച്ചുറയിലാണ് ആദ്യമായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. അതെന്താണ്? രണ്ട് കിങ്ഡംസ് എന്നാണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്, പ്ലാന്റേ ആൻഡ് അനിമേലിയേ. ഓക്കെ, പ്ലാന്റേ ആൻഡ് അനിമേലിയ, അത് കേട്ടാൽ തന്നെ അറിയാം പ്ലാന്റ്സും അനിമൽസും. അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് കാൾ ലിനേയസ് സിസ്റ്റമേ നാച്ചുറയിൽ കൊണ്ടുവന്നത്. കാൾ ലിനേയസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തൊന്നും ഇൻക്ലൂഡ് ആയിട്ടില്ല? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഈ 2 കിങ്ഡത്തിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് അടുത്തതിൽ നോക്കാം. ഇനി ജനേറെ പ്ലാന്റേറിയം എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ബെന്തം ആൻഡ് ഹൂക്കർ ആണ്. അപ്പം ഈ ഒരു ഇതിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഫാദർ ഓഫ് ടാക്സോണമി ലിനെ, ഹു ഈസ് ഫാദർ ഓഫ് ടാക്സോണമി എന്ന് വരാറുണ്ട്. വാട്ട് ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ കാൾ ലിനേയസ്, അല്ലെങ്കിൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ബുക്ക് ഏതാണെന്ന് ചോദിക്കും. സിസ്റ്റമേ നാച്ചുറയാണ്. ഓതേഴ്സ് ഓഫ് ജനേറ പ്ലാന്റേറിയം എന്ന് ചോദിച്ചാൽ ബെന്തം ആൻഡ് ഹൂക്കർ ആണ്, അല്ലെങ്കിൽ ബെന്തം ആൻഡ് ഹൂക്കർ എഴുതിയ ബുക്ക് ഏതാണെന്ന് ചോദിക്കാം. ഇറ്റ് ഈസ് ജനേറ പ്ലാന്റേറിയം. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആർ.എച്ച്. വിറ്റേക്കർ 1969 പ്രപ്പോസ് ചെയ്യുന്നത്. 1969 ആർ.എച്ച്. വിറ്റേക്കർ പ്രപ്പോസ് ചെയ്തതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്ന പല ഓർഗാനിസംസിനെയും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. സെൽ സ്ട്രക്ചറിന്റെ ബേസിസിൽ, ഓരോ ഓർഗാനിസത്തിന്റെയും സെൽ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ ബേസിസിൽ, അതുപോലെ കോംപ്ലിസിറ്റി ഓഫ് ബോഡി ടൈപ്പ്, പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, എങ്ങനെയാണ് ഫുഡ് ഇൻടേക്ക് ചെയ്യണത് എന്നുള്ളത്, അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ആണ് ആവശ്യം എന്നുള്ളത്, പിന്നെ അതുപോലെ ലൈഫ് സ്റ്റൈൽ. എല്ലാ ഓർഗാനിസംസിനും സെയിം ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ അല്ല ഉണ്ടാവുക. സോ ആ ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, അതായത് ഓരോ ഓർഗാനിസംസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആർ.എച്ച്. വിറ്റേക്കർ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഹു പ്രപ്പോസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ആർ.എച്ച്. വിറ്റേക്കർ 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ നമുക്ക് നോക്കാം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമ്മുടെ ലിവിങ് വേൾഡ് ആണ് അല്ലെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണത്? മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ. ഇതാണ് 5 കിങ്ഡംസ്. മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ. അപ്പോ ലിനേയസ് കൊണ്ടുവന്ന പ്ലാന്റേ, അനിമേലിയ കൂടാണ്ട് വിറ്റേക്കർ എന്തുകൂടെ കൊണ്ടുവന്നു? ഫംഗൈ, പ്രൊട്ടിസ്റ്റ, മൊണേറ. ഇത് 3 കിങ്ഡംസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാം ഇതിലൊക്കെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത് എന്ന് നോക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ മൊണേറയാണ്.
മൊണേറ എന്ന് പറഞ്ഞാൽ പ്രോകറിയോട്ടിക് ഓർഗാനിസംസ്. പ്രോകറിയോട്ടിക് എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽ ഓർഗാനിസംസ് ആണ്. ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസം ആണ് മൊണേറ എന്ന് പറയുന്ന കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഈ ഓർഗാനിസംസിനെ എല്ലാം നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു കിങ്ഡത്തിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എന്തൊക്കെയാണ്. ബാക്ടീരിയാസ് ആണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അതായത് സൈനോബാക്ടീരിയ, ആർക്കിബാക്ടീരിയ, ഫിലമെന്റസ് ബാക്ടീരിയ, ഇങ്ങനത്തെ ബാക്ടീരിയാസ് ഒക്കെയാണ് മൊണേറ കിങ്ഡത്തിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പൊ മൊണേറയിൽ ഉള്ളത് പ്രോകറിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ബാക്ടീരിയ മൊണേറ കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ആണ്. അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട് സൈനോബാക്ടീരിയ ഏത് കിങ്ഡം ആണെന്ന് ചോദിക്കാറുണ്ട്, പ്രോകറിയോട്ടിക് ഓർഗാനിസംസ് ഏത് കിങ്ഡം ആണെന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു പോർഷനിൽ നിന്ന് വരാറുള്ളത്. ഫിലമെന്റസ് ബാക്ടീരിയയും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് മൊണേറ എന്ന് പറയുന്നത്. സിംഗിൾ സെൽ ഓർഗാനിസംസ്, പ്രോകറിയോട്ടിക് ഓർഗാനിസംസ് ആണ്. മൈക്രോസ്കോപ്പിക് ആണ്. ബാക്ടീരിയാസ്, സൈനോബാക്ടീരിയ, ആർക്കിബാക്ടീരിയ, ഫിലമെന്റസ് ബാക്ടീരിയ ഒക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അടുത്തത് പ്രൊട്ടിസ്റ്റ, കിങ്ഡം പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ഫോം തന്നെയാണ് ഉള്ളത്. അക്വാറ്റിക് ഹാബിറ്റാറ്റ്സിൽ ഇരിക്കുന്ന ഓർഗാനിസംസ് ആണ് പ്രൊട്ടിസ്റ്റയിൽ ഉള്ളത്. അക്വാറ്റിക് ഹാബിറ്റാറ്റ്സിൽ ഉള്ളത് അത് എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്? ഓട്ടോട്രോഫിക് ഉണ്ട്, അതുപോലെ എന്താണ് പാരാസിറ്റിക് ഉണ്ട്, സാപ്രോഫിറ്റിക് ഉണ്ട് അല്ലെ. അതായത് ഇതൊക്കെ എന്താണ്? മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ഓക്കെ, മോഡ് ഓഫ് ന്യൂട്രീഷൻ ഏത് രീതിയിലാണ് ഫുഡ് ഇൻടേക്ക് ചെയ്യണത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രൊട്ടിസ്റ്റയിൽ തന്നെ എന്ത് വന്നിട്ടുണ്ട്? ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്തത്, പാരാസിറ്റിക് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഇത്തിൽ കണ്ണി പോലെ പിടിച്ചിട്ട് ചെയ്യുന്നത്, സാപ്രോഫിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് ആൻഡ് ഡീകേ അങ്ങനത്തെ ഓർഗാനിക് മാറ്റേഴ്സിനെയൊക്കെ കൊടുക്കുന്നത്, എടുത്ത് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെയാണ് പ്രൊട്ടിസ്റ്റയിൽ വരുന്നത്. ഇനി ഡയറ്റംസ് ഫ്ലജല്ലേറ്റ്സ് പ്രൊട്ടിസ്റ്റയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഓർഗാനിസം ആണ് ഓൾസോ പ്രോട്ടോസോവ. പ്രോട്ടോസോവയും ഡയറ്റംസ് ഫ്ലജല്ലേറ്റ്സും പ്രൊട്ടിസ്റ്റ കിങ്ഡത്തിൽ വരുന്നതാണ്. അതിനകത്തുള്ള ഓർഗാനിസംസ് ഓട്ടോട്രോഫിക്, പാരാസിറ്റിക്, സാപ്രോഫിറ്റിക് ഒക്കെ വരാറുണ്ട്. അക്വാറ്റിക് ആണ്, കൂടുതലും അക്വാറ്റിക് ഹാബിറ്റേറ്റ്സിലാണ് പ്രൊട്ടിസ്റ്റ കിങ്ഡത്തിലുള്ള ഓർഗാനിസംസ് എല്ലാം കാണുന്നത്. യൂണിസെല്ലുലാർ ആണ്. ഓക്കെ, അടുത്തത് ഫംഗൈ. അടുത്ത കിങ്ഡം ആണ് ഫംഗൈ. ഫംഗൈക്കകത്ത് നോൺ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഫംഗസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് അല്ലെ. അപ്പൊ നോൺ ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഫംഗൈ കിങ്ഡത്തിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. സാപ്രോഫിറ്റിക് ന്യൂട്രീഷൻ ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീകേയിങ് ഓർഗാനിക് മാറ്റർ, അതായത് ചത്തുപോയതും അതുപോലെ തന്നെ ഡീകേ ചെയ്യുന്നത്, അതായത് എന്താ പറയാ നമ്മള് അളിഞ്ഞു പോകുന്നതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഓർഗാനിക് മാറ്റർ, അതായത് നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങളിലൊക്കെ വളരുന്ന, അതിൽ പറ്റിപ്പിടിച്ച് അതിൽ നിന്ന് ന്യൂട്രീഷൻ എടുത്തിട്ട് വളരുന്നതാണ് ഫംഗൈ കിങ്ഡത്തിനകത്തുള്ള ഓർഗാനിസംസ്. അതുകൊണ്ടാണ് അത് സാപ്രോഫിറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഫംഗൈ കിങ്ഡത്തിലുള്ള ഓർഗാനിസംസിന്റെ സെൽ വോൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് കൈറ്റിൻ വെച്ചിട്ടാണ്. അപ്പൊ ഫംഗൈ എത്തുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? കൈറ്റിൻ ഉണ്ടാവുന്നുണ്ട്, സെൽ വാൾ ഉണ്ട് അവർക്ക്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ യൂസ് ചെയ്തിട്ടാണ്. കൈറ്റിൻ ഇസ് എ പ്രോട്ടീൻ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എക്സാമ്പിൾസ് ഫംഗൈക്ക് എക്സാമ്പിൾ മഷ്റൂം, മ്യൂക്കർ, അൽബുഗോ. മഷ്റൂം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. നമ്മൾ എവിടെയാ കാണാറ്? നമ്മുടെ മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് എവിടെ കാണും? വൈക്കോൽ കൂനയിലൊക്കെ അല്ലെ. വൈക്കോൽ കൂനയുടെ സൈഡിലൊക്കെയാണ് നമ്മൾ മഷ്റൂം കാണാറുള്ളത്. അപ്പൊ തന്നെ മനസ്സിലാവും അല്ലെ, നമ്മൾ മഴ വന്ന് നല്ല രീതിയിൽ എന്താ പറയാ ചീഞ്ഞിരിക്കുന്ന വൈക്കോൽ കൂനയുടെ അടുത്തൊക്കെ ആയിരിക്കും നമുക്ക് മഷ്റൂംസ് കിട്ടുന്നത്. അപ്പൊ മനസ്സിലായി എന്താണ് ഫംഗൈ എന്ന്. അപ്പൊ ഇതിനകത്ത് വരാനുള്ള മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് സാപ്രോഫിറ്റിക്, അതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. സെൽ വാൾ, കൈറ്റിൻ, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെൽ വാൾ ഓഫ് ഫംഗൈ കിങ്ഡം ഇസ് കമ്പോസ്ഡ് ഓഫ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അത് കൈറ്റിൻ ആണ്. അപ്പം അടുത്തത് പ്ലാന്റേ അനിമേലിയ. ഇത് നമുക്ക് അറിയാം. പ്ലാന്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഗേ, ഡയറ്റംസ്, ഫംഗൈ, മൊണേറ, പ്രൊട്ടിസ്റ്റ. ഇത് ഒന്നും അല്ലാത്ത ആൽഗേ, ഡയറ്റംസ്, ഫംഗൈ, പിന്നെന്താണ് മൊണേറയിലും പ്രൊട്ടിസ്റ്റയിലും ഇല്ലാത്ത ബാക്കി എല്ലാ പ്ലാന്റ്സും ഏതിനകത്താണ്? പ്ലാന്റേ എന്ന് പറയുന്ന ഈ ഒരു കിങ്ഡത്തിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി അനിമേലിയ. അനിമേലിയയില് പ്രൊട്ടസോവ ഒഴികെയുള്ള എല്ലാ അനിമൽസും
എവിടെയാണ്? അനിമേലിയയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രൊട്ടസോവ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പ്രൊട്ടിസ്റ്റയിലാണ് പ്രൊട്ടസോവ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡയറ്റംസ്, ഫംഗൈ നമുക്ക് വേറൊരു കിങ്ഡം ആയിട്ടുണ്ട്. ഡയറ്റംസും ആൽഗയും ഒക്കെ നമ്മൾ എവിടെയാണ്? മൊണേറയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എവിടെയാണ് നമുക്ക് അപ്പൊ അതല്ലാണ്ടുള്ള മൊണേറയും പ്രൊട്ടിസ്റ്റയും വരുന്നുണ്ട്. അതല്ലാണ്ടുള്ള എല്ലാ പ്ലാന്റ്സും പ്ലാന്റയിലും, പ്രൊട്ടസോവ അല്ലാണ്ടുള്ള എല്ലാ അനിമൽസും അനിമേലിയയിലുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. R.H. വിറ്റേക്കർ പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ, ഇങ്ങനെ 5 ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കാര്യമാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. നമ്മൾ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ഈ ക്ലാസിഫിക്കേഷൻ ചെയ്ത എല്ലാവർക്കും ഒരേ നെയിം പറയാൻ പറ്റുമോ? ഫംഗൈ ആണ്, ഇതെല്ലാം ഫംഗൈ ആണ്, ഇതെല്ലാം പ്ലാന്റ് ആണ്, ഇതെല്ലാം അനിമേലിയാണ്, ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്ത് വേണം? യൂണിഫോം ഇന്റർനാഷണൽ. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഓർഗാനിസത്തിനെയും ഓരോ നെയിം പറയാം അല്ലെ. നമ്മളെ ഡോഗ് അല്ലെങ്കിൽ വീറ്റ്, കോണ്, പീ, അങ്ങനെ ഓരോന്നും ഓരോ പേര് പറയും. പക്ഷേ നമുക്ക് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നെയിം വേണം അല്ലെ. ഓരോ ഓർഗാനിസത്തിനും അതിന്റെ ജീനസും അതിന്റെ സ്പീഷീസും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു നെയിം വേണം. അങ്ങനെ കൊണ്ടുവന്ന യൂണിഫോം ഇന്റർനാഷണൽ നെയിമിംഗ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും, 2 നെയിംസ് ഉണ്ട്. ഓരോ ഓർഗാനിസത്തിനും 2 നെയിംസ് ആണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് പാർട്ട് ആ ഒരു ഓർഗാനിസത്തിന്റെ ജീനസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ജീനസ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സെക്കൻഡ് പാർട്ട്, നെയിമിന്റെ സെക്കൻഡ് പാർട്ട് സ്പീഷീസ് നെയിം ആയിരിക്കും റെപ്രസെന്റ് ചെയ്യണത്. അത് എപ്പോഴും സ്മോൾ ലെറ്റർ വെച്ചിട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹ്യൂമൻസിന്റെ സയന്റിഫിക് നെയിം ആണ് ഹോമോ സാപ്പിയൻസ്. ഹോമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീനസ് ആണ്, സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഷീസ് ആണ്. കണ്ടോ, ഹോമോ എന്ന് പറയുന്നത് ജീനസ് നെയിം ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സാപ്പിയൻസ് സ്പീഷീസ് നെയിം ആയതുകൊണ്ട് സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ മെയിൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓരോ ഓർഗാനിസം തന്നിട്ട് അതിന്റെ ജീനസ് നെയിം, സ്പീഷീസ് നെയിം ചോദിക്കാൻ, സയന്റിഫിക് നെയിം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് നോക്കാം. അതിപ്പോ നമുക്ക് കുറച്ച് ഓർഗാനിസത്തിന്റെ സയന്റിഫിക് നെയിം നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പഠിച്ചു വന്നതിൽ നിന്നും ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. സ്പീഷീസ് ആണ് ഏറ്റവും ബേസിക്. ആ സ്പീഷീസ്, കുറെ സ്പീഷീസ് ചേർന്നിട്ടാണ് ഒരു ജീനസ് ഉണ്ടാവുന്നത്. ആ ജീനസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു കിങ്ഡം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഹയസ്റ്റ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ കിങ്ഡം ആണ്. കിങ്ഡം ആണ് ഹയസ്റ്റ് യൂണിറ്റ്. ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഇനി ഫാദർ ഓഫ് ടാക്സോണമി ആരാണ്? കാൾസ് ലിനേയസ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി. അപ്പൊ നമുക്ക് കുറച്ച് ഓർഗാനിസത്തിന്റെ സയന്റിഫിക് നെയിം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇവിടെ നമുക്ക് നിർത്താം. ഇപ്പം മാൻ അല്ലെങ്കിൽ ഹ്യൂമന്റെ സയന്റിഫിക് നെയിം എന്താ? ഹോമോ സാപ്പിയൻസ്. കാറ്റിന്റേതാണെങ്കിൽ ഫെലിസ് ഡൊമസ്റ്റിക്ക. അപ്പൊ ഫെലിസ് എന്ന് പറയുന്നത് എന്താണ്? ജീനസ് നെയിം ആണ്. ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം ആണ്. മാംഗോ, മാഗ്നിഫറ ഇൻഡിക്ക. മാഗ്നിഫറ എന്ന് പറയുന്നത് ജീനസ് നെയിം ആണ്. ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം. പി ആണെങ്കിൽ പിസം സറ്റൈവ. ഡോഗ് ആണെങ്കിൽ കാനിസ് ഫെമിലാരിസ്. ഫ്രോഗ് റാണ ടൈഗ്രീന. ഓക്കെ, അപ്പൊ ഇത്രയും, ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഇനി ഒരുപാട് എല്ലാ ഓർഗാനിസംസിനും എന്തുണ്ട്? സയന്റിഫിക് നെയിം ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു തരാം. നമ്മുടെ മസ്റ്റാർഡ്, മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കടുകാണ് അല്ലെ. മസ്റ്റാർഡിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ബ്രസീക്ക കാമ്പസ്ട്രിസ് എന്നാണ്. ബ്രസീക്ക, BRSSICA, ബ്രസീക്ക കാമ്പസ്ട്രിസ്, CAMPESTRIS, കാമ്പസ്ട്രിസ്. ബ്രസീക്ക കാമ്പസ്ട്രിസ് എന്നാണ് മസ്റ്റാർഡിന്റെ സയന്റിഫിക് നെയിം. ഓക്കെ, ഇനിയും ഉണ്ട്, നമുക്ക് ഒരുപാടുണ്ട്. കൗ, പശുവിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ബോസ് ഇൻഡിക്കസ് എന്നാണ്. ബോസ് ഇൻഡിക്കസ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഒരു PDF രൂപത്തിലാക്കിയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ എവിടെയെങ്കിലും ഞാനതൊന്ന് പിൻ ചെയ്തിടാം. നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ട് ഇൻഫോം ചെയ്യാം. ഓക്കെ,
അപ്പൊ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ. ഓർഗാനിസംസിന്റെ ക്ലാസിഫിക്കേഷനിൽ ഇത്രയുമാണ് പഠിക്കാനുള്ളത്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത് കാൾസ് ലിനേയസ് ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് R.H. വിറ്റേക്കർ ആണ് 1969. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്നത് എന്തൊക്കെയാണ്? മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ്, ഏതൊക്കെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നോക്കി. അപ്പൊ ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.